നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ SSCയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. SSC കോൺസ്റ്റബിൾ GD 2025 നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. ഈ പോസ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റബിൾ GD ആണ്. സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സുകളിലേക്കാണ്, കേന്ദ്ര സായുധ സേനകളിലേക്കുള്ള കോൺസ്റ്റബിൾ GD പോസ്റ്റുകളിലേക്കുള്ള വേക്കൻസിയാണ്. അതുപോലെ തന്നെ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിലേക്ക് ശിപ്പായി വേക്കൻസിയും ഇതിൽ വന്നിട്ടുണ്ട്. റൈഫിൾ മാൻ ഉണ്ട്, ആസാം റൈഫിൾസിലെ. എല്ലാം കൂടി ഏകദേശം 40,000-അടുത്ത് വേക്കൻസീസ് ആണുള്ളത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാവുന്ന പോസ്റ്റുകളാണിത്. അപ്പോൾ ഇതിന് ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. SSCയുടെ വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ടാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് സെപ്റ്റംബർ 5, 2024 മുതൽ ഒക്ടോബർ 14, 2024 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏകദേശം ഇതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് വരുന്നത് ജനുവരി, ഫെബ്രുവരി 2025 ടൈമിലായിരിക്കും ഇതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് വരിക. അതൊരു കറക്റ്റ് ഡേറ്റ് അവർ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ വേക്കൻസി വന്നിട്ടുള്ളത് നിങ്ങളുടെ കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി പോസ്റ്റാണ്. ബോർഡർ സെക്യൂരിറ്റി ഓഫ് BSF, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF, അതുപോലെ തന്നെ CISF, CRPF, ഇന്തോ തിബറ്റൻ ബോർഡർ പോലീസ്, സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് SSB, SSF, ആസാം റൈഫിൾസ്, നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഫസ്റ്റ് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും. അതിനുശേഷം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടാകും, പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാകും, പിന്നെ മെഡിക്കൽ എക്സാമിനേഷനും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ വരുന്നത്. അത് നമ്മൾ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ ഓൺലൈൻ ത്രൂ ആണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ നിങ്ങൾക്ക് മലയാളത്തിലും എഴുതാവുന്നതാണ്. ഇംഗ്ലീഷ് താല്പര്യമുള്ളവർക്ക് ഇംഗ്ലീഷിൽ തന്നെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മലയാളം സെലക്ട് ചെയ്താൽ മലയാളത്തിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. ഇതിൻ്റെ പേ സ്കെയിൽ, അതായത് ശമ്പളം വരുന്നത് സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളായതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് പേ സ്കെയിലാണ് വരുന്നത്. പേ ലെവൽ 1 വരുന്നതാണ്. സിപ്പായി NCB എന്നുള്ള പോസ്റ്റിനാണ്, അതായത് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിലെ പോസ്റ്റിന് ലെവൽ 1ഉം ബാക്കിയുള്ള കോൺസ്റ്റബിൾ GD പേ ലെവൽ 3ഉം ആണ് വരുന്നത്. അപ്പോൾ പേ ലെവൽ 3 ആണെങ്കിൽ, കോൺസ്റ്റബിൾ GD പേ ലെവൽ 3 ആണെങ്കിൽ ബേസിക് പേ വരുന്നത് 21,700 ഇതുകൂടാതെ DA ഇപ്പോൾ 50%, പിന്നെ HR എല്ലാം കൂടി ഏകദേശം ഒരു 40,000-ൻ്റെ മുകളിൽ തന്നെ നിങ്ങൾക്ക് സാലറി പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ NCB നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആണെങ്കിൽ പേ ലെവൽ 1 വരുന്നതാണ്, അതൊരു 30,000-ന് മുകളിൽ സാലറി പ്രതീക്ഷിക്കാവുന്നതാണ്. വേക്കൻസി വരുന്ന BSFൻ്റെ തന്നെ ടോട്ടൽ 15,000-ന് പുറമെ വേക്കൻസി BSF ഉണ്ട്. CISF 7,000 വേക്കൻസി, CRPF 11,000, SSB 819, ITBP 3,017, ആസാം റൈഫിൾസ് 1,248, SSF 35, നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ 22. അങ്ങനെ ടോട്ടൽ 39,481 വേക്കൻസീസ് ആണുള്ളത്. ഇതിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 35,612 വേക്കൻസിയും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 1,688 ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുമാണ്. ഇതിൽ നിങ്ങൾക്ക് OBC, EWS, UR ഒക്കെ വേറെ വേറെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വിശദമായി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 23 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. അത് ജനുവരി 1, 2025 വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുക. 18 മുതൽ 23 വയസ്സ്, അതായത് 2 ജനുവരി 2002-ൻ്റെയും ജനുവരി 1, 2007-ൻ്റെയും ഇടയിൽ ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. അത് നിങ്ങൾ SC ST ആണെങ്കിൽ ഇതിൽ പറഞ്ഞൊരു 5 വർഷത്തെ വയസ്സിളവ് ലഭിക്കുന്നതായിരിക്കും. 28 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. OBC ആണെങ്കിൽ 3 വർഷത്തെ വയസ്സിളവും ലഭിക്കുന്നതായിരിക്കും. എക്സ് സർവീസ്മെൻ ബാക്കി അവരുടേതായ വയസ്സിളവും ലഭിക്കുന്നതായിരിക്കും. ഇതിന് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് പാസ്സായാൽ മാത്രം മതി. 10th പാസ്സായ ആർക്കും ഇത് അപേക്ഷിക്കാവുന്നതാണ്. ജനുവരി 1, 2025 മുൻപ് നിങ്ങൾ 10th പാസ്സായിരിക്കണം. 10ാം ക്ലാസ് പാസ്സായ ആർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇത് അപേക്ഷിക്കാവുന്നതാണ്. +2 ഡിഗ്രി PG ഒക്കെ ഉള്ളവർക്കും ഇത് അപേക്ഷിക്കാം. പിന്നെ NCC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോണസ് മാർക്കൊക്കെ കിട്ടുന്നതായിരിക്കും എക്സാമിനേഷൻ സെൻറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കേരള കർണാടക റീജിയൻ, SSCൻ്റെ കേരള കർണാടക റീജിയൻ ആണെങ്കിൽ ട്രിവാൻഡ്രം, തൃശ്ശൂർ, കോഴിക്കോട്, കോട്ടയം, കൊല്ലം, എറണാകുളം ഇത്രയും സെൻറ്ററുകളിൽ കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ട്. ബാക്കി ബാംഗ്ലൂർ, കോയമ്പത്തൂർ അങ്ങനെ എല്ലാ ഇന്ത്യയിലെ പലവിധ സ്റ്റേറ്റുകളിലായിട്ട് എക്സാമിനേഷൻ സെൻറ്റേഴ്സ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് 80 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 2 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് പേപ്പർ ആയിരിക്കും. അതായത് ജനറൽ ഇൻ്റലിജൻസ് റീസണിങ്ങിൽ 20 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 40 മാർക്ക്. ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ് 20 ക്വസ്റ്റ്യൻ, 40 മാർക്ക്. മാത്തമാറ്റിക്സ് 20 ക്വസ്റ്റ്യൻ, 40 മാർക്ക്. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി 20 ക്വസ്റ്റ്യൻ, 40 മാർക്ക്. ടോട്ടൽ 1 മണിക്കൂറിൻ്റെ എക്സാം ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് നേരത്തെ പറഞ്ഞ പോലെ മലയാളത്തിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ താല്പര്യമുണ്ടെങ്കിൽ മലയാളം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാകുന്നതായിരിക്കും. 0.25 മാർക്ക് നെഗറ്റീവ് ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ അതിന് ഡീറ്റെയിൽഡ് സിലബസിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ SSC എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ആ ഒരു സിലബസ് ആയിരിക്കും മാക്സിമം ആയിട്ട് വരിക. 10th ലെവൽ സിലബസ് ആയിരിക്കും മാത്സും ഇംഗ്ലീഷും ഒക്കെ ഉണ്ടാവുക. അത് കഴിഞ്ഞ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് റേസ് ഉണ്ടാകും. 5 കിലോമീറ്റർ 24 മിനിറ്റിനുള്ളിൽ റേസ് ഉണ്ടാകുന്നതായിരിക്കും. ഫീമെയിൽ ആണെങ്കിൽ 1.6 കിലോമീറ്റർ 8.5 മിനിറ്റ് കൊണ്ട് 1.6 കിലോമീറ്റർ നിങ്ങൾ കവർ ചെയ്യേണ്ടിയിരിക്കും. പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് വരികയാണെങ്കിൽ ഹൈറ്റ് വരേണ്ടത് മിനിമം മെയിൽ 170 സെൻറ്റിമീറ്റർ വേണം. ഫീമെയിൽ ആണെങ്കിൽ 157 സെൻറ്റിമീറ്റേഴ്സ് മിനിമം വേണം. ST ആണെങ്കിൽ നിങ്ങൾക്ക് ഹൈറ്റ് റിലാക്സേഷൻ ഉണ്ട്. മെയിൽ 162.5ഉം ഫീമെയിലിൽ 150 മതി.
ബാക്കിയുള്ളവർക്ക് വേണ്ട ഹൈറ്റാണ് ഇതിൽ പറഞ്ഞത്. മെയിൽ 170യും ഫീമെയിൽ 157 സെൻറ്റിമീറ്റേഴ്സും മിനിമം വേണം. അതുപോലെ തന്നെ ചെസ്റ്റ് മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെസ്റ്റ് അൺഎക്സ്പാൻഡും എക്സ്പാൻഷൻ ക്രൈറ്റീരിയ കൂടി നോക്കും. വെയിറ്റും നിങ്ങളുടെ ഹൈറ്റ് അനുസരിച്ചുള്ള വെയിറ്റും നിങ്ങൾക്ക് വേണ്ടതാണ്. മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രിഫറൻസ് ഒക്കെ കൊടുക്കാം. ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് നിങ്ങൾക്ക് പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇത് അപ്ലൈ ചെയ്യേണ്ടത് SSCയുടെ വെബ്സൈറ്റാണ്, SSC ഓൺലൈനിൻ്റെ വെബ്സൈറ്റാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷനിൽ ഇതിൽ താഴത്തെ പേജുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ കാര്യങ്ങളൊക്കെ. അതൊക്കെ ചെക്ക് ചെയ്ത് ഫുൾ നോട്ടിഫിക്കേഷൻ വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ വീഡിയോ